നിസ്സാര കാര്യത്തിന് ഞാൻ എന്റെ മോളെ തല്ലാൻ പാടില്ലായിരുന്നു. ഞാൻ ചെയ്ത അവിവേകത്തിന് എന്നോട് പൊറുക്കണേ മാതാവേ. എന്റെ മോളെ എനിക്ക് വേണം. അവക്കൊരാപത്തും വരുത്തല്ലേ മാതാവേ. എന്റെ മാതാവേ, ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുക മാതാവിനോട്. ദേവിച്ചേച്ചി ഒന്ന് രക്ഷിക്കുക മാതാവേ. പാവാണ് ആ ചേച്ചി, രക്ഷിക്കും മാതാവേ. എനിക്ക് ചോദിച്ച എല്ലാം മാതാവ് തന്നില്ലേ? ആ പാവം ചേച്ചിയും കൂടെ ഒന്ന് രക്ഷിച്ചതാ മാതാവേ. അയ്യോ മാതാവേ, ആ കൊച്ചെവിടെ പോയി? അവരെ ഒന്ന് കാണിച്ചു കൊടുക്കും മാതാവേ. കിട്ടി, കൊച്ചിനെ കിട്ടി. ചേച്ചി ഒന്ന് ഇറങ്ങി വന്നേ, ഒന്ന് വേഗം വാ ചേച്ചി. ചേച്ചി മോളെ കൊണ്ടുവന്നിട്ടുണ്ട്, ഇറങ്ങി വാ. എന്റെ മോളെ, എന്റെ പൊന്നു മോളെ, നീ എങ്ങോട്ടാ പോയത്? എന്ത് പണിയാ മോളെ നീ കാണിച്ചത്? അമ്മച്ചി, ആശുപത്രി പോണോ? ഏയ് വേണ്ട, കൊച്ചിന് കുഴപ്പമൊന്നുമില്ല, അകത്തോണ്ട് കിടത്തിയാ മതി. വാ നമുക്ക് പോ. എന്റെ മാതാവി, ആ ചേച്ചി രക്ഷിച്ചല്ലോ. കപ്പേള വരുമ്പോ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചേക്കാവേ. ആ ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല. മാതാവാ രക്ഷിച്ചത്. മാതാവല്ലേ എനിക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ടല്ലേ എനിക്ക് ജോക്കർ അങ്കിളിനെ അങ്ങോട്ട് വിടാൻ പറ്റിയത്. അയ്യോ, എന്റെ ജോക്കർ അങ്കിള്! മാതാവി, എന്റെ ജോക്കർ അങ്കിൾ എവിടെ? അങ്കിള് വന്നില്ല. അങ്കിളേ, അങ്കിളേ, ജോക്കർ അങ്കിളേ, ജോക്കർ അങ്കിളേ, ജോക്കർ അങ്കിളേ, ജോക്കർ അങ്കിളേ, ജോക്കർ അങ്കിളേ. ജോക്കർ അങ്കിളേ, ചേച്ചി രക്ഷപ്പെട്ടു, കൊണ്ടുവന്നു. എന്റെ ഏഞ്ചൽകുട്ടി സന്തോഷമായില്ലേ? സന്തോഷായി, ഒരുപാട് സന്തോഷായി.
എനിക്കൊന്ന് കിടക്കണം. അങ്കിള് നനഞ്ഞു. ബാ തുടച്ചു തരാം. അങ്കിൾ ഇരിക്കി, ഞാൻ തുടച്ചു തരാവേ. ആ എന്റെ അച്ചോ, ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. ആ കൊച്ചി രക്ഷപ്പെട്ടല്ലോ. രക്ഷപ്പെട്ടതല്ല, രക്ഷപ്പെടുത്തി. ആ മാതാവും ഏഞ്ചലും ചേർന്ന്. ഇതിപ്പോ നാട്ടിലെല്ലാം ഒരു സ്ഥിര സംഭവമാണ് അച്ചോ. പിള്ളേര് അച്ഛനമ്മമാരോട് പിണങ്ങി ഇറങ്ങി ഒറ്റ പോക്കാം, ചെന്ന് വീഴുന്നതോ വലിയ അപകടത്തിലും. ഈ കൊച്ചുങ്ങൾ വീട്ടിലുള്ളവരുടെ വിഷമത്തെ കുറിച്ച് ചിന്തിക്കാറേ ഇല്ല. കൊച്ചച്ഛൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നേ ഇല്ല. ആവശ്യമില്ലാതെ കൊച്ചുങ്ങളെ ശിക്ഷിക്കരുത്. കൊച്ചുങ്ങളല്ലേ അച്ചോ, മനസ്സ് വേദനിച്ചാ സഹിക്കേല. പൈലി ആ പറഞ്ഞത് ശരിയല്ല. പിള്ളേരായാലേ തല്ലുകൊണ്ട് തന്നെ വളരണം. എന്നാലേ വളർന്നു വരുമ്പോ കുടുംബത്തിന് പ്രയോജനം ചെയ്യൂ. ഇതന്നെ ന്യായം ഇയാളെ ഈ പറയുന്നത്. അച്ഛനൊന്നും ഞാൻ വിചാരിക്കുക, ഞാൻ പറഞ്ഞേക്കോട്ടോ. തനിക്കെന്താ നിർബന്ധം? ഇയാൾക്കാണ് പിന്നെ അങ്ങനെ പറഞ്ഞതിൽ എന്താ അർത്ഥമുള്ളത്? എന്തല്ല പിന്നെ? അല്ല പിന്നെ പൈലി, അറിയാൻ പാടില്ലാത്ത കാര്യത്തെ പറ്റി അഭിപ്രായം പറയരുത്. അടിച്ചു പദം വരുത്തുന്ന ഇരുമ്പും അടി കൊണ്ട് വളരുന്ന കുട്ടിയും ഒരേ കരുത്താ. പഴഞ്ചൊല്ല് പറഞ്ഞേ എന്നെ പറ്റിക്കരുത്. ആവശ്യമില്ലാതെ അടി കൊണ്ടാലേ കുഞ്ഞുങ്ങൾക്ക് ശിക്ഷയില് പേടിയില്ലാതെ വരും. അവര് ഭാവിയിൽ എന്തു ക്രൂരതയും ചെയ്യും, അതറിയോ അച്ഛന്? അതാണ് പൈലിയുടെ മണ്ടത്തരം. പേടിയില്ലാതെ വളരുന്ന കുട്ടികൾ എന്തും ചെയ്യും, ശിക്ഷയെ പേടിയില്ലല്ലോ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കുഞ്ഞുങ്ങളെ തല്ലിടുന്ന കൊച്ചച്ഛന് എന്താ എത്ര നിർബന്ധം? തല്ലാൻ പാടില്ല നീയാക്കുന്ന നിർബന്ധം. അത്രയ്ക്ക് നിർബന്ധം തന്നെയാ. തനിക്കെന്താ നിർബന്ധം? നിങ്ങൾക്ക് തന്നെ വാശി. ഇയാൾക്കാണ് വാശി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കപ്പ്യാരുടെ ഭാഗത്ത് നിൽക്കണം. അച്ഛന്റെ ഭാഗത്തേക്ക്. അപ്പോ എല്ലാം പറഞ്ഞ പോലെ നിങ്ങൾ സംസാരിച്ചു നിൽക്ക്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഇതിനെന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞിട്ട് പോ. ഞാൻ എന്നാ പറയാനാണ്? അച്ഛൻ അഭിപ്രായം പറഞ്ഞേ പറ്റൂ. ആ ദേവി കൊച്ചു ചെയ്തത് ശരിക്കും ശരിയാണോ തെറ്റാണോ? തെറ്റല്ലേ? പിന്നെ തെറ്റാണ്. കേട്ടല്ലോ പറഞ്ഞത് കേട്ടല്ലോ. എന്നതാച്ചോ അച്ഛൻ ഈ പറയുന്നത്? തൊട്ടനും പിടിച്ചനും പിള്ളേ തല്ലിയാന്ന് പറയുന്നത് ശരിയാണെന്നാണ് അച്ഛൻ പറയുന്നത്. എന്നാര് പറഞ്ഞു? അച്ഛനല്ലേ ഇപ്പൊ പറഞ്ഞത്? ഞാനെങ്ങും പറഞ്ഞിട്ടില്ല. തല്ലുന്നത് തെറ്റാണ്. അതെ, കേട്ടു നോക്ക്. സമാധാനമായല്ലോ. നിന്ന് നിപ്പില് കാല് മാറില്ല അച്ചോ. ഞാൻ കാല് മാറിയതല്ല. ദേവു ചെയ്തതാണോ തെറ്റ്, അവളുടെ അമ്മ ചെയ്തതാണോ തെറ്റ് എന്ന് ചോദിച്ചാൽ രണ്ടും തെറ്റാണ്. ഇതിൽ ആരുടെ ഭാഗത്താണ് ശരിയെന്ന് ചോദിച്ചാൽ രണ്ടുപേരും ചെയ്തത് ശരിയാണ്. എന്നതായി പറയുന്നത്? എടോ പൈലി, കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുക എന്ന് പറയുന്നത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഒരമ്മയും ഒരു കുഞ്ഞിനെയും മനഃപൂർവ്വം വേദനിപ്പിക്കില്ല. 10 മാസം ഒരു കുഞ്ഞിനെ വയറ്റിൽ ചുമന്ന് പ്രസവിച്ച സ്ത്രീയാണ് അവളെങ്കിൽ മക്കളുടെ നന്മ, അവരെ കുറിച്ച് സമൂഹം നല്ലത് പറയണമെന്ന ആഗ്രഹം, അതിന്റെ പേരിലാണ് മാതാപിതാക്കൾ ശിക്ഷിക്കുന്നത്. കുഞ്ഞുങ്ങളെ തല്ലാം, പക്ഷേ അത് ജന്മം നൽകിയവർക്കുള്ള അവകാശമായി കാണരുത് കൊച്ചോ.
എന്നാൽ തല്ലുകൊള്ളുന്ന കുഞ്ഞിനൊരു അവകാശമുണ്ട്. അവരറിയണം എന്തിനാണ് തല്ലുകൊണ്ടതെന്ന്. എന്നാലല്ലേ ആ തെറ്റ് പിന്നീട് അവർ ആവർത്തിക്കാതിരിക്കൂ. തൊട്ട കൈക്ക് അടിപറ്റിക്കുമെന്ന് വീമ്പിളക്കി പറയുന്ന ചില രക്ഷകർത്താക്കന്മാരുണ്ട്. ഭോഷന്മാർ, മണ്ടന്മാരെന്ന് വേണം അവരെ വിളിക്കാൻ. ശിക്ഷിക്കണം. ശിക്ഷിച്ചു കഴിഞ്ഞും ശിക്ഷിക്കുന്നതിന് മുമ്പേയും അവരറിയണം അതെന്തിനാണെന്ന്. അടികൊണ്ട് കരയുന്ന കുഞ്ഞിനെ മടിയിലിരുത്തി ഉപദേശിച്ച് സ്നേഹിക്കാനുള്ള മനസ്സ് കാണിക്കണം അച്ഛനമ്മമാര്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞു മക്കളും മനസ്സിലാക്കണം, അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തെങ്കിലും ചെയ്താൽ, വീട് വിട്ടു പോയാൽ നഷ്ടപ്പെടുന്നത് സ്വന്തം ജീവിതമാണെന്ന്, ജീവനാണെന്ന്. അവര് പോയാൽ ആ അച്ഛനമ്മമാരുടെ കണ്ണീര് ആ ജന്മത്തെ തീരുവോ? കരയാത്ത ദിവസങ്ങളുണ്ടാവൂ. അച്ഛൻ പറഞ്ഞത് ശരിയാണ് അച്ഛോ. ഈ പറഞ്ഞത് എല്ലാവരും മനസ്സിലാക്കണം. വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ ഒരു കവിതയുണ്ട്. എനിക്കറിയാം അച്ഛോ, മാങ്ങാപ്പഴമല്ലേ? മാങ്ങാപ്പഴമല്ല, മാമ്പഴം. പഠിച്ചു വെക്കണം എല്ലാവരും. അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. 4 മാസത്തിൻ മുമ്പിലേറെ നാൾ കൊതിച്ചിട്ടേ ബാലമാഗന്ധം പൂവിട്ടുണ്ണികൾ വിരിയവേ. അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച പോല മലർച്ചെണ്ടൊന്നൊടിച്ചാഹ്ലാദിച്ചെടുത്തെത്തി. മോളെ ഏഞ്ചൽ കുട്ടി, മോളിങ്ങി വന്നേ. അങ്കിൾ ഇത് എന്ത് ചെയ്യാ? അത് പിന്നെ മുഖത്ത് നോക്കിയതാ, പറ്റുന്നില്ല. ഇന്ന് കളിക്ക് പോവണ്ട അങ്കിളെ, വയ്യാത്തതല്ലേ. അയ്യോ, അത് പാടില്ല. കോമാളിയുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളുണ്ടാകും. അത് ബാധിക്കരുത്. തളർന്നിരിക്കരുത്. ചിരിപ്പിക്കണം. എത്ര വയ്യേലും ആളുകളെ ചിരിപ്പിക്കണം. അതാ കോമാളിയുടെ ജോലി. പോണം, കളി മുടക്കരുത്. അങ്കിളിന് ഒട്ടും വയ്യാന്ന് തോന്നുന്നു. അത് സാരമില്ല, പക്ഷെ മുഖത്തെഴുത്ത് വേണം. ഏറ്റവും ഭംഗിയായി വരയ്ക്കണം. പറ്റുന്നല്ലോ, കൈ വരയ്ക്കുന്നു. ഇന്ന് അങ്കിളിന് ഞാൻ വരച്ചു തരട്ടെ? പറ്റുമോ മോക്ക്? പറ്റും, ഞാൻ വരയ്ക്കാം. മുഖത്തെഴുത്തൊരു കലയാണ്. ഒരു മനുഷ്യന്റെ മുഖത്ത് ചായം തേച്ച് ദൈവമാക്കുന്ന വിദ്യ. ഉള്ളി തീയുള്ളവനും കോമാളിയുടെ മുഖം കണ്ട ചിരിക്കണം, ചിന്തിക്കണം, എല്ലാം പറക്കണം. അതിന് ദൈവത്തിനെ കൊണ്ടേ പറ്റൂ. ദൈവമാക്കണം മനുഷ്യനെ. അതിന് പറ്റുമോ മോക്ക്? മാതാവ് ചെയ്തു തരൂ. എന്നെ കൊണ്ട് മാതാവ് വരപ്പിച്ചോളൂ. വാ, ജീവിതത്തിൽ കോമാളിയായപ്പോ എന്നെ ദൈവമാക്കി താമോളെ. വാ, മോക്ക് പറ്റും. എന്റെ മാതാവേ, ജോക്കറങ്കളുടെ മുഖത്ത് ഞാൻ വരയ്ക്കാൻ പോവാ. എന്നെ അനുഗ്രഹിക്കണേ മാതാവേ.
എന്റെ മാതാവേ. എന്റെ മാതാവേ. ജോക്കർ അങ്കിളേ, അങ്കിളേ, സൂപ്പർ അല്ലേ? കലക്ക്. അങ്ങളിപ്പ വരാം. മോളൊന്ന് പുറത്തേക്ക്. The show begins.
ജോക്കർ അങ്കിൾ, അയ്യോ കീഴ് കളയില്ല അങ്കിളേ. ഞാനിനി മിണ്ടൂല്ല, നോക്കിക്കോ. ഹായ്, ഇതെങ്ങനെ? എന്റെ മാതാവേ, ഇത് ഏഞ്ചൽ കുട്ടിക്കുള്ളതാ, എടുത്തോ. മാതാവേ, വാ. ഹായ്. മാതാവേ, വാ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയോ എന്റെ ഏഞ്ചൽ കുട്ടിക്ക്? മരിച്ചു കിടക്കുമ്പോൾ ചായം തേച്ച എന്റെ മുഖത്ത് നോക്കി
ആത്മാർത്ഥമായിട്ട് ആരെങ്കിലും ഒന്ന് കരയണം. എന്റെ മാതാവേ, ജോക്കർ അങ്കിളെ, സൂപ്പർ, അടിപൊളി. ജോക്കർ അങ്കിളെ, എഴുന്നേക്ക്, അടുത്ത ഐറ്റം കാണിക്ക്. ജോക്കർ അങ്കിളെ, ജോക്കർ അങ്കിളെ, ജോക്കർ അങ്കിളെ. അങ്കിളെ, ജോക്കർ അങ്കിളെ, ജോക്കർ അങ്കിളെ, ജോക്കർ അങ്കിളെ, എണീക്ക് ജോക്കർ അങ്കിളെ, ജോക്കർ അങ്കിളെ, ജോക്കർ അങ്കിളെ, ജോക്കർ അങ്കിളെ, ജോക്കർ അങ്കിളെ, ജോക്കർ അങ്കിളെ, എണീക്ക് ജോക്കർ അങ്കിളെ, ജോക്കർ അങ്കിളെ. ഏഞ്ചലുട്ടിയെ വിളിക്കുന്നത്. എണീക്ക് ജോക്കർ അങ്കിളെ, എന്റെ ജോക്കർ അങ്കിളല്ലേ. എണീക്ക് ജോക്കർ അങ്കിളെ, ജോക്കർ അങ്കിളെ. ഞാൻ വിളിക്കുന്നത് കേൾക്കുന്നില്ലേ ജോക്കർ അങ്കിളെ, ജോക്കർ അങ്കിളെ. ജോക്കർ അങ്കിളെ, ജോക്കർ അങ്കിളെ, ജോക്കർ അങ്കിളെ. പ്രിയ സഹോദര, സമാധാനത്തോടുകൂടി പുറപ്പെടുക. മാതാവേ, അനുഗ്രഹിക്കണമേ. നിന്നെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്ത പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ സമാധാനത്തോടുകൂടി പുറപ്പെടുക. കർത്താവേ, അനുഗ്രഹിക്കണമേ. ദൈവമാതാവായ കന്യാമറിയവും നീതിമാനായ വിശുദ്ധ ഔസേപ്പും സകല മാലാഖമാരും വിശുദ്ധരും സ്വർഗത്തിലേക്ക് നിന്നെ നയിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഏയ്, എന്താ ഇത്? ആരോരും ഇല്ലാത്തവർക്ക് മാതാവുണ്ട്, ഏഞ്ചലുണ്ട്, അല്ലേ അച്ചു? അയാളെ, ആ ജോക്കറെ, അയാൾ കോമാളിയൊന്നും അല്ല അച്ചോ, ദൈവത്തിന്റെ സ്വന്തം ആളാ. അതേടോ ബൈലി, അയാൾ ചിരിപ്പിച്ച ലക്ഷക്കണക്കിന് ആൾക്കാരുടെ അനുഗ്രഹം, ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം മാതാവ് സാധിച്ചു കൊടുത്തില്ലേ? മാതാവെന്ന് മാത്രം പറയില്ല അച്ചോ, മാതാവിന്റെ പുണ്യം മനസ്സിലേറ്റ് വാങ്ങിയ മാലാകക്കുട്ടിയാ സാധിച്ചു കൊടുത്തത്. ആഹാ, താൻ കാലം അറിയോ? കൊച്ചോ, എന്നാ പറ്റി? ഞാനിപ്പോ ഏഞ്ചലിന്റെ ഫാനാ. അച്ഛൻ കഥകൾ പറഞ്ഞു തന്നപ്പോഴേ ഞാൻ മാറി. സത്യത്തില്
താൻ എന്താന്ന് ചെയ്യുന്നതെന്ന് അറിയാതെ പോലും മാലാകുട്ടി ഇതൊക്കെ ചെയ്തത്. എല്ലാം മാതാവ് ചെയ്യിക്കുന്നതാണ്. ജീവിതത്തിൽ നന്മ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്നവരിൽ ദൈവം കുടികൊള്ളുന്നു എന്നതാണ് സത്യം. ദ്രോഹിക്കുന്നവരെ പോലും സ്നേഹിക്കുന്ന ഏഞ്ചലിൽ മാതാവുണ്ട്. ഉള്ളിലെ നിലവിളി മറച്ചുപിടിച്ച് ഉറക്ക ചിരിച്ച ജോക്കറിൽ വിശുദ്ധിയുണ്ട്. പുരുഷാരത്തെ ചിരിപ്പിച്ച അയാളിൽ കർത്താവ് ഈശോ മിശിഹ കനിവ് ചൊരിഞ്ഞിട്ടുണ്ട്. എന്നാലും എന്തൊരാഗ്രഹമെന്ന് അയാൾക്ക്. മരിച്ചു കിടക്കുമ്പോ ആ മുഖത്ത് നോക്കി ആത്മാർത്ഥമായിട്ട് കരയാൻ ഒരാൾ. അയാളത് അറിഞ്ഞില്ലെങ്കിൽ പോലും അത് സാധിച്ചു കിട്ടിയില്ലേ? ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ മാലാഖമാരും വിശുദ്ധരും ചേർന്ന് സ്വർഗത്തിലേക്ക് നയിക്കുന്ന അയാൾ ഇപ്പോൾ എല്ലാം അറിയുന്നുണ്ട്. അയാൾ ആഗ്രഹപൂർത്തീകരണത്തിന്റെ സ്വർഗത്തിലെ രാജാവായി വാഴ്ത്തപ്പെടാൻ പോവുകയാണ്. ഭാഗ്യവാൻ, അല്ലാതെ എന്താ പറയാ. സന്തോഷമായി. എങ്കിലും എനിക്കിപ്പോ ഒരു സങ്കടം ഉണ്ട് അച്ചോ. മാലാകുട്ടി തെരുവിൽ ആരോരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയില്ലേ അച്ചോ? ആര് പറഞ്ഞു ഒറ്റപ്പെട്ടു പോയിന്ന്? പിന്നെ ജോൺസന് കിട്ടിയോ ഏഞ്ചലിനെ? ഇല്ല. പുതിയ ഏതെങ്കിലും കൂട്ടുകാരെ കിട്ടിക്കാണും ഏഞ്ചലൂട്ടിക്ക്, അല്ലേ അച്ചോ? കിട്ടി. അവളെ സുരക്ഷിതമായ കരങ്ങളിൽ എത്തിക്കാൻ പ്രാപ്തിയുള്ള ഒരു നല്ല കൂട്ടുകാരനെ കിട്ടി അവൾക്ക്. ആ രാശ, എടാ ഇപ്പൊ സമയം എന്തായി? സാധനം കിട്ടിയോ? ആ ഓക്കേടാ, ഞാൻ വരാം. അപ്പൊ ഇനി ചായ വേണ്ടല്ലോ, പിരിയത്തില്ലേ? നിന്റെ അടുത്ത് ഞാൻ ചായ ചോദിച്ചില്ലല്ലോ. ദേ വെറുതെ ചൊറിയാൻ വരല്ലേ, കേറി പോ നോക്കി. ജോൺസൺ ലുക്കച്ചായ, പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. മാന്യമായിട്ട് സംസാരിക്കണം. എന്ത് ധൈര്യത്തിലാ നീ വീണ്ടും ഈ വീടിന്റെ മുറ്റത്ത് കാലുകുത്തിയത്? ഒരിക്കലും ഈ വീട്ടുമുറ്റത്ത് ഇതുപോലെ വന്ന് കേറിയിട്ടുണ്ട് നീ, വർഷങ്ങൾക്ക് മുന്നേ. അന്ന് ഞാൻ വീശിയ വാളിന്റെ മൂർച്ചയിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇടയ്ക്ക് കയറിയെന്ന് നിന്റെ നെഞ്ചും കൂട് കാക്കാൻ ഒരു പെങ്കൊച്ചി ഈ വീട്ടിലുണ്ടായിരുന്നോണ്ടാ. എന്റെ പെങ്ങള് സാറാ. ഇന്നവളില്ല, പോയി. നീ കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുത്തു. ഈ ചായ ഒന്നും മിണ്ടാതിരിക്കെ, എന്തെങ്കിലും ആവശ്യത്തിന് വന്നതായിരിക്കും. എന്താടി കേട്ടുകേൾവി മാത്രമുള്ള ഇവന്റെ അടുത്തൊരു വീരാരാധന? കേറി പൊടിയാത്ത്. അപ്പച്ചൻ കിടപ്പിലാണെന്നുള്ള ധൈര്യത്തിലായിരിക്കും നീ വീണ്ടും വന്നത്. എങ്കിൽ നിനക്ക് തെറ്റിപ്പോയി മോനെ. അതേ രക്തം ഓടുന്ന ഒരു ഇളയ മോനുണ്ട് അമ്പനാട് ഫിലിപ്പോസിന്, ഈ ഞാൻ. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. അപ്പച്ചനെ പോലെ തോക്കെടുത്ത് ആകാശത്തേക്ക് വെടിവെക്കൊന്നുമില്ല. എനിക്ക് തോക്കേ വേണ്ട, ചവിട്ടിയെടുത്ത് വെളി കളയും ഞാൻ. ഇറങ്ങിപ്പോടാ വെളിയില്. ലൂക്ക, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ ഒന്നും പറയണ്ട. നീ പറയുന്ന കേൾക്കാൻ ഇവിടെ ആരുമില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇറങ്ങിപ്പോടാ. പോടാ വെളിയില്. ലൂക്ക, ഞാനൊന്ന് പറയട്ടെ. ഞാൻ എന്തിനാ വന്നേന്നൊന്ന് കേക്ക്. എനിക്ക് അപ്പച്ചനൊന്ന് കാണണം. ഒരപ്പച്ചനെ നീ കാണണ്ട. ഇറങ്ങടാ വെളിയില്. ഇറങ്ങിപ്പോടാ. ഇറങ്ങടാ വെളിയില്. ലൂക്ക, വിടടാ അയാളെ. ചേട്ടാ, ഞാൻ സാധാരണ പറയുന്ന പോലല്ല. ഇവനെ ഈ വീട്ടിൽ കയറാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്തിനാ വന്നതെന്ന് അയാൾ പറയട്ടെ. അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം കയറ്റണോ വേണ്ടോ എന്നുള്ള കാര്യം. സോളമ, എനിക്ക് അപ്പച്ചനൊന്ന് കാണണം. ഇയാളുടെ ഏത് അപ്പച്ചനെ ഇവിടെ ഇരിക്കുന്ന ചായ? നീ ഒന്ന് അടങ്ങ് ലൂക്ക. ജോൺസാ, വയ്യാതെ കിടക്കുന്ന അപ്പച്ചനെ കണ്ടിട്ട് നിനക്ക് എന്ത് കാര്യമാണ് പറയാനുള്ളത്? ഒന്ന് കാണണം. ചെയ്തു പോയ തെറ്റിന് മാപ്പിരക്കണം. അതെന്താ, ചെയ്തതൊക്കെ തെറ്റായി പോയിന്ന് തോന്നിയോ ഇപ്പോ? നിന്നോട് അഭിപ്രായം ചോദിച്ചില്ല. ചേട്ടത്തി പറഞ്ഞ എന്താ തെറ്റ്? ഇവിടെ ഇപ്പൊ ആരും ശരിയും തെറ്റും അളക്കണ്ട. ഈ ഞാനും ആരോഗ്യം നശിച്ചല്ലേ ഉള്ളൂ. ആയുസെറ്റ് പോയിട്ടില്ല അപ്പച്ചന്റെ. ജോൺസനെ കാണണോ വേണ്ടയോ എന്ന് അപ്പച്ചൻ തീരുമാനിക്കട്ടെ. എന്തിന്? ഞാൻ സമ്മതിക്കത്തില്ല. സമ്മതിക്കും, സമ്മതിച്ചേ പറ്റൂ. ഇയാളെ ഞാൻ അപ്പച്ചനെ മുന്നിൽ കൊണ്ടുപോയി നിർത്തും. ഒരു നോട്ടം കൊണ്ടെങ്കിലും
കാണണ്ടെന്ന ഭാവം ആ മുഖത്ത് വന്ന ജോൺസനെ പിടിച്ച് പുറത്താക്കി ഗേറ്റ് പൂട്ടുന്നത് ഞാനായിരിക്കും. വാ. നീയാണല്ലേ ഇച്ചായനെ വിളിച്ചോണ്ട് വന്നത്? അതെ, ഞാൻ തന്നെ. അതിനിപ്പോ എന്നാ? കാണിച്ചു തരാം. പാവം ജോൺസൺ അല്ലേ? അയാളെ കണ്ടപ്പോ എനിക്ക് സാറേ ഓർമ്മ വന്ന്. അവൾക്ക് ഭാഗ്യമില്ലാതായിപ്പോയി. വാ. നീ ഇവനൊപ്പം പോയാ അടുത്തത് ഇവിടേക്കാ. അവനൊപ്പം പൊയ്ക്കോ. ഇനിയൊരു വെടിയൊച്ച കേട്ടാ തിരിഞ്ഞു നോക്കരുത്. അപ്പോ എങ്ങനാ പരിപാടി? പോവല്ലേ? കാണാം എവിടെയെങ്കിലും വെച്ച്. അപ്പച്ച, അപ്പച്ച, ഇതാരാ വന്നിരിക്കുന്നത് നോക്കി. ജോൺസൺ. നമ്മുടെ സാറ കൊച്ചിന്റെ ജോൺസൺ. അപ്പച്ചൻ എണീക്കണോ? ജോൺസന് അപ്പച്ചനെന്ന് കാണണമെന്ന് പറഞ്ഞു. സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്കാം. അപ്പച്ച, അപ്പച്ച, അപ്പച്ച കരയല്ലേ? അപ്പച്ച, അപ്പച്ച എന്താ ഇത്? അപ്പച്ച, 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 എന്നതാ ചെയ്യും നടക്കുന്നത്? ഇറങ്ങിപ്പോടാ ഇവിടുന്ന്. ഓ ഇപ്പൊ അങ്ങനെയായോ? ശരി, അയക്കും. അപ്പച്ച,
അപ്പച്ചന്റെ കാൽക്കൽ വീണ് മാപ്പിരക്കാനാണ് ഞാൻ വന്നത്. മാപ്പ് മാപ്പച്ച, മാപ്പ്. എന്നോട് ക്ഷമിക്കണം. വേണ്ടടാ, വേണ്ടടാ പോലെ. എനിക്ക് ആ തെറ്റ് പറ്റിയത് അത് സ്നേഹത്തിന്റെ വില മനസ്സിലാക്കാതെ പോയ മണ്ടന് പറ്റിയ വലിയ തെറ്റ്. പിരിയാൻ പറ്റാതെ പോയ ഞങ്ങൾക്ക് സ്നേഹിച്ചു പോയി, ധിക്കരിക്കേണ്ടി വന്നു. അംഗീകരിച്ചു തരാമായിരുന്നില്ലേ എനിക്ക്? കൂടെ നിർത്തായിരുന്നില്ലേ നിന്നെ? സാറ് കൊതിച്ചിരുന്നു അത്, അപ്പച്ചനെ വന്നൊന്ന് കാണണമെന്ന്. തനിച്ചല്ല, ഞങ്ങൾക്ക് പിറന്ന കുഞ്ഞിനെയും കൊണ്ട്. ആ കുഞ്ഞിനെ അപ്പച്ചന്റെ പാദങ്ങളിൽ വെച്ച് മാപ്പിരക്കണമെന്ന് പറയുമായിരുന്നു സാറ. എന്നിട്ടും എന്നെ എന്നെ നമ്മളെ വിട്ട് പോയി കളഞ്ഞു അവള്. പ്രസവമുറിയിലേക്ക് കേറ്റാൻ നേരത്തും അവള് പറഞ്ഞത് എന്താണെന്നറിയോ അപ്പച്ചൻ? അവിടെ നിന്നിറങ്ങിയ ആദ്യം പോകേണ്ടത് അപ്പച്ചന്റെ അടുത്തേക്കാണെന്ന്, കുഞ്ഞിനെയും കൊണ്ട്. പക്ഷെ തിരിച്ചവള് ജീവനോടെ വന്നില്ല. ഭാഗ്യമില്ലാത്ത അപ്പനാജ, യോഗമില്ലാത്തവൻ. ജീവിതത്തിലെ സൗഭാഗ്യങ്ങളെ പണവും പ്രതാപവും വെച്ച് അളന്ന് തട്ടിത്തെറിപ്പിച്ചവൻ. എന്നിട്ടിപ്പോ ആ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ കൊതിച്ച് മരണക്കിടക്കയിൽ. അവളെ ഒന്ന് കൊണ്ടുതരാൻ പോലും എനിക്ക് പറ്റാതായി പോയല്ലോ അപ്പച്ച. എവിടെയാണെന്നറിയില്ല, എന്തു പറ്റിയെന്നറിയില്ല. പക്ഷെ എവിടെയോ ഉണ്ട്. ഓരോ നിമിഷവും ഞാൻ അനുഭവിക്കുന്ന വേദന, അത് ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാ? ഇല്ല, ഇനി അവളെ ഒന്ന് കാണാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല.